കണ്ണൂർ ഏറ്റുകൊടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജാണ് ആത്മഹത്യ ചെയ്തത്. SIR ജോലി സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയതെന്ന് സംശയം. ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് ഇയാൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, കണ്ണൂരിൽ BLO ജീവനൊടുക്കിയെന്നുള്ളത് വളരെ ഗൗരവതരമായി കാണേണ്ട വാർത്തയാണ്. ജോലി സമ്മർദ്ദം കാരണമാണെന്നാണോ പ്രാഥമിക നിഗമനം? നിലവിൽ ഭാര്യയോട് ഇദ്ദേഹം ഈ SIRമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം ഉണ്ട് എന്ന കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് SIRമായി ബന്ധപ്പെട്ട ഈ ജോലി സമ്മർദ്ദമാണ് ഈ ജീവനൊടുക്കുന്നതിലേക്ക് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകൊടുക്കയിലാണ് ഈ പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് നമ്പർ BLO ആയിട്ടുള്ള അനീഷ് ജോർജ് ഇന്ന് 10 മണിയോടുകൂടി ജീവനൊടുക്കിയത്. വീട്ടുകാർ പള്ളിയിൽ പോയി തിരിച്ചു വന്ന സമയത്താണ് ജീവനൊടുക്കിയ നിലയിൽ വീട്ടിനുള്ളിൽ അനീഷ് ജോർജിനെ കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIRമായി ബന്ധപ്പെട്ടുള്ള ജോലി തിരക്കുകൾ കാരണം ഇന്നലെ ഏറെ വൈകിയാണ് അനീഷ് ജോർജ് വീട്ടിലെത്തിയതും അതോടൊപ്പം തന്നെ 1 മണിയോടെയാണ് ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ തന്നെ ഭാര്യയോട് ഇതുമായി ബന്ധപ്പെട്ട SIRന്റെ ജോലി സമ്മർദ്ദം ഉണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ SIRമായി ബന്ധപ്പെട്ട ഈ ഫയലുകൾ ഈ ഫോമുകൾ ഫിൽ ചെയ്ത ഫോമുകൾ തിരിച്ച് നൽകുന്നതിൽ കാലതാമസം നേരിട്ടു. അതുകൊണ്ട് തന്നെ ഈ മേലധികാരികളിൽ നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനീഷ് ജോർജ് നേരിട്ടു. അതാണ് ഇങ്ങനെ ജീവനൊടുക്കുന്നതിൽ എത്തിയത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇത് സംബന്ധിച്ച് വീട്ടുകാരുടെയും അതോടൊപ്പം നാട്ടുകാരുടെയും ഒക്കെ തന്നെ അനീഷ് ജോർജിന്റെ സുഹൃത്തുക്കളുടെ അടക്കം പ്രതികരണങ്ങൾ കൂടുതലായി വരാനുണ്ട്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയൂ. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ SIRമായി ബന്ധപ്പെട്ട ജോലി തിരക്കുകളും അതോടൊപ്പം ജോലി സമ്മർദ്ദവുമാണ് ഇതിനെ ജീവനൊടുക്കുന്നതിൽ ഒരു BLO ബൂത്ത് ലെവൽ ഓഫീസർ തന്നെ ജീവനൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. BLOമാർക്ക് വലിയ തരത്തിലുള്ള ജോലി തിരക്കുണ്ട്, നല്ല ജോലി സമ്മർദ്ദമുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരു ജീവൻ എടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തണമെങ്കിൽ അത് മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ പ്രകാരം മേലധികാരികൾ ഈ SIRന്റെ ഫോമുകൾ ഫിൽ ചെയ്ത ഫോമുകൾ തിരികെ ഏൽപ്പിക്കുന്നതിൽ കാലതാമസം അനീഷ് ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ കാലതാമസം വന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ മേലധികാരികൾ ഇടപെട്ടു. ഇക്കാര്യങ്ങൾ ഭാര്യയോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെ ഈ SIRമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്ത് അനീഷ് ജോർജിനോട് തട്ടിക്കയറുന്ന സ്ഥിതി ഉണ്ടായി. ആ ഒരു സംഭവം ഉണ്ടായതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലെത്താൻ കഴിയൂ. ജോലി സമ്മർദ്ദം മാത്രമാണോ, മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് അനീഷ് ജോർജ് നേരിട്ടത്, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കൂടുതൽ പ്രതികരണങ്ങൾ ആവശ്യമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ലഭിക്കും എന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ SIRമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം തന്നെയാണ് ആത്മഹത്യയിലേക്ക് ജീവനൊടുക്കുന്നതിലേക്ക് അനീഷ് ജോർജിനെ എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും പറയാൻ കഴിയുക. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ എത്തിയ ശേഷം അല്ലെങ്കിൽ ലഭിച്ച ശേഷം നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അനീഷ് ജോർജ് ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ജീവനൊടുക്കിയത്. വീട്ടുകാർ ഞായറാഴ്ച ആയിരുന്നു, അതുകൊണ്ട് പള്ളിയിൽ പോയി തിരിച്ചു വന്ന സമയത്താണ് അനീഷ് ജോർജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ, അതായത് ഈ SIRമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം ഉണ്ടായി എന്ന കാര്യം ഭാര്യയോട് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വന്ന ശേഷം നമുക്ക് ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് അനീഷ് ജോർജ് നേരിട്ടത്, അതല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം അനീഷ് ജോർജിന് മേൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടുകാരുടെയും അതോടൊപ്പം നാട്ടുകാരുടെയും തൊട്ടടുത്ത BLOമാരുടെയും അനീഷ് ജോർജിന്റെ സുഹൃത്തുക്കളുടെ അടക്കം പ്രതികരണം നമുക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും പറയാൻ കഴിയുക. ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തി പ്രതികരണം തേടിയ ശേഷം നമുക്കൊരു സ്ഥിരീകരണം നൽകാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും